ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മളവിടെ പറയുന്നതായിരിക്കും, ഓക്കെ, അറിയിക്കുന്നതായിരിക്കും. പിന്നെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക്കും കൂടിയാണ്. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചും ഒക്കെയും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിൻ്റെ പ്രധാന രഹസ്യം എന്താണ്? നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന്റെ രഹസ്യം എന്താണ്? അതായത് പലപ്പോഴും നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമായിരിക്കാം, ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പുതിരെ പുതിരെ വരുന്നതിന്റെ ആ ഒരു രഹസ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നിക്കുന്നുണ്ടാകാം. അതുപോലെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. പിന്നെ ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആവുന്നതായിരിക്കും. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സോ ഈ ഒരു കണക്ഷൻ നമ്മൾ ഏറ്റവും അധികം നോക്കാൻ പോകുന്നത് ഈ ഒരു കണക്ഷൻ എങ്ങനെയുള്ള കണക്ഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അത് എപ്പോഴും നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ്? അത് രണ്ട് കാർഡ്സ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി ക്ലാരിറ്റി, ഫസ്റ്റ് കാർഡ് കിട്ടിയപ്പോൾ അത്ര ക്ലാരിറ്റി തോന്നിയില്ല, അപ്പോൾ സെക്കൻഡും കൂടെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റത്തെ നമുക്ക് പറയാൻ പറ്റുന്നത്, യെസ്, ദ മറിയം സീക്രട്ട് വിഷൻ, choose to forgive in order to heal, see the light in all, remember that love has no boundaries. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാർഡ്. ഒരു കാർഡും കൂടി നമ്മൾ എടുക്കുന്നതാണ് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ ഏത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. നമുക്കിവിടെ ട്വിൻ ഫ്ലെയിം എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പം എന്താ പറയാ, ഇപ്പൊ എത്ര പേരുണ്ടെങ്കിൽ അത്രയും പേരും ട്വിൻ ഫ്ലെയിം എനർജി ആകണമെന്നില്ല. ബട്ട് ഒരു കുറച്ചൊക്കെ നമുക്ക്, ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 4-5 പേര് ഇന്ന ട്വിൻ ഫ്ലെയിം ജേർണി അത് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം എനർജിയിൽ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആ ഒരു ട്വിൻ ഫ്ലെയിം എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില സമയത്ത് ഈ പേഴ്സണായിട്ടുള്ള കണക്ഷൻ ഇത് എന്താണ്, ഇത് കാർമിക് ആണോ, അല്ലെങ്കിൽ ഇത് സത്യത്തിൽ ഈ പേഴ്സണായിട്ടുള്ള കണക്ഷൻ എന്താണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ഇതൊരു ട്വിൻ ഫ്ലെയിം ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഇന്നർ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇതിനോടകം നിങ്ങൾ ഇതിനു മുമ്പ് പണ്ടൊക്കെ റീഡിംഗ് എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഇന്നർ വർക്കും പ്രാർത്ഥനകളും സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. യെസ്, ദ നെക്സ്റ്റ്, യെസ്, ദ കാളിമ ഫേസിങ് ഫിയർ, major spiritual changes are unfolding, this is your chance to soar. ഓക്കെ, ഇത് നിങ്ങൾ ഒരു പക്ഷേ ഭദ്രകാളി ദേവി അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി ദേവി അങ്ങനെയുള്ള ഉഗ്രരൂപിണികളായിട്ടുള്ള, കാരണം നമുക്കറിയാൻ പറ്റും അസ്ഥികൂടം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു ഉഗ്രരൂപിണിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ദിസ് ലേഡി ഹാവ് ദിസ്, ലേഡി അല്ല സത്യം പറഞ്ഞാൽ കാളിമായാണ്, കാളി അമ്മയാണ്. അപ്പൊ കാളിയമ്മയുടെ ആ ഒരു തേർഡ് ഐ ഒക്കെ ഉള്ള ആളാണ് അല്ലെ, അങ്ങനത്തെ ഒരു ഗോഡാണ്, ഗോഡല്ല ഗോഡസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ദ റെഡ് കളർ ചെമ്പരത്തി പൂവ്, ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ ലൈറ്റ്, ബട്ട് അസ്ഥികുടം. അപ്പൊ ഇറ്റ്സ് ഓൾ അബൌട്ട് കുറച്ച് ഉഗ്രരൂപിണിയാണ്. ഓക്കെ, ഉഗ്രരൂപിണിയാണ്, അതായത് ശത്രുക്കളെയൊക്കെ ഭസ്മമാക്കി കളയുന്ന അത്രയും ദേഷ്യമുള്ള അല്ലെങ്കിൽ ഭയങ്കര ഉഗ്ര സ്വരൂപിണിയായിട്ടുള്ള ഒരു ഗോഡസിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷേ
ഭദ്രകാളി ദേവീനെയൊക്കെ ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം, ചാമുണ്ടേശ്വരി ദേവി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാരമ്പര്യമായിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ ദേവി പൂജകളൊക്കെ നടത്തുന്ന ആൾക്കാരായിരിക്കാം. ഇനിയിപ്പോൾ മേരി മാതാവായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ കാരണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ ഈ ദേവീനെ പ്രാർത്ഥിച്ച് ദേവിക്ക് പ്രീതിപ്പെട്ടിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ഒന്നുകിൽ ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം, അതർവൈസ് നിങ്ങൾ ഒരു ദേവീനെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഒരു ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള അത്രയും നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഉപാസിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഇതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി മുന്നോട്ട് വരാനും കൂടി വേണ്ടിയിട്ടും നിങ്ങളുടെ പാപങ്ങളെല്ലാം മാറിപ്പോകാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ദേവിയായിട്ട്, അതായത് നിങ്ങൾ ഉപാസിക്കുന്ന ഈ ഒരു ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം പോലെ അല്ലെങ്കിൽ ഒരു വരം പോലെ ഈ പേഴ്സണെ തന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരോടാണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ടാകാം, എനിക്ക് ഈ പേഴ്സണെ ദൈവം തന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്രണയമാണ്, അല്ലെങ്കിൽ ഒരു ഭർത്താവാണ്, എനിക്ക് അത്രയും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഭർത്താവോ ഭാര്യയോ കാമുകനോ കാമുകിയോ ആണെന്ന് നിങ്ങൾ ഒരു പക്ഷേ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരോട് പോലും പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടോ നല്ല കാര്യം. ബിക്കോസ് നിങ്ങളുടെ മനസ്സറിയാനും നിങ്ങൾക്ക് സന്തോഷം തരാനും മുന്നോട്ട് പോകാനും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇത് ഈ പേഴ്സണെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഈ പേഴ്സണ് നിങ്ങളുടെ ജീവിതത്തിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ദൈവം സമ്മാനമായിട്ട് തന്നത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും വിശ്വാസം കൊണ്ടും, അല്ലെങ്കിൽ ഇറ്റ്സ് വിൽ ബി എ ട്വിൻ ഫ്ലെയിം ജേർണി. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ പേഴ്സണായിട്ട് പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്കുണ്ടായിരുന്നോ എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ലെറ്റ്സ് ബി ചെക്ക് ദ നെക്സ്റ്റ് കാർഡ്. ഫെർട്ടിലിറ്റി ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ 3 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നല്ല രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതൊരു ലവേഴ്സ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു അമ്മേനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മാതൃസ്നേഹം, മാതൃത്വം അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ബേബി മുജ്ജന്മത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ അമ്മയായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അമ്മയായിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ നിങ്ങൾ മേ ബി രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിച്ച് ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾ ഗർഭം ധരിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ അച്ഛനോ അമ്മയോ ആയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങൾ ഈ പേഴ്സൻ്റെ അമ്മയായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഈ പേഴ്സൺ ആയിട്ടുണ്ടാവാം. അങ്ങനെ എന്തോ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ വളരെയധികം ഒരു മാതൃസ്നേഹം തുളുമ്പുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേഡീസ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്നത് പുരുഷനെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ആ പേഴ്സൺ പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, നീ എനിക്ക് ഒരു കാമുകി മാത്രമല്ല, ഒരു നല്ലൊരു ഒരു അമ്മയുടെ സ്നേഹവും കൂടെ എനിക്ക് നിന്നിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നൊരു പക്ഷേ ഓക്കെ, ഇറ്റ്സ് എ ജനറൽ റീഡിങ്. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ അടുത്ത് അങ്ങനെ നിങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ടാകാം, എനിക്കൊരു കാമുകിയുടെയും ഭാര്യയുടെയും സ്നേഹം മാത്രമല്ല ഒരു അമ്മയുടെയും കൂടി സ്നേഹം എനിക്ക് നിന്നിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എനിവേ അത് ഗുഡാണ്. മാതൃസ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും കളങ്കമില്ലാത്ത ഒരു കാര്യമാണ് അല്ലേ, ഈ ലൈഫിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായി എന്ന് കരുതിയിട്ട് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ടാകണമെന്നില്ല അല്ലേ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു പരിധി വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്ത് നമ്മളുടെ കർമ്മം എന്താണോ അതിനനുസരിച്ചിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ദ ഗോൾഡൻ പാലസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത് വളരെയധികം ഈ പേഴ്സൺ
നല്ല രീതിയിൽ, അതായത് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ തൊട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുൻപുള്ള ജീവിതത്തിലായിരിക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ കണ്ടുമുട്ടിയത് ഒരു 2020 വിചാരിക്കുക, എക്സാമ്പിൾ പറയാണ്. അപ്പോൾ പണ്ട് തൊട്ടേ, അതായത് ഈ പേഴ്സൺ ഒരു 2010 അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം മുൻപ് തൊട്ട് തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അതായത് ഒരുപാടില്ല, ഓവറായിട്ടില്ല, പക്ഷെ ആവശ്യമായിട്ടുള്ള സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സങ്കല്പങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. മനസ്സിലായോ? കാശുകാരനാകണം. കാരണം നമുക്കിവിടെ കാണാൻ കഴിയും, ഇതൊരു ഗോൾഡൻ പാലസ് ആണ്. ഗോൾഡൻ പാലസ് ആണ്. അപ്പൊ ഗോൾഡൻ പാലസ് എന്ന് പറയുമ്പോൾ ലക്ഷറീനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ലക്ഷറി ആയിട്ടുള്ള ഒരു ഗോൾഡൻ പാലസ് ആണ്. ആ പാലസ് ഇരിക്കുന്നത് ഈ ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒരു കാര്യത്തിന്റെ മുകളിലാണ്. ആൻഡ് ഓൾസോ ഈ മരത്തിന്റെ വേര് കണ്ടാലും മനസ്സിലാവും, അത്രയും സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതായത് ഉറച്ചിരിക്കുകയാണ് ഈ ഒരു പാലസ് എന്ന് പറയുന്നത്, അത്രയും ഉറപ്പോട് കൂടി ഇരിക്കുകയാണ്. അതാണ് ഈ കാർഡിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ആ ഒരു കൊട്ടാരം ഇങ്ങനെ ആക്ച്വലി പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ സ്പിരിച്വൽ മീനിങ്ങിൽ പറയുമ്പോൾ ആ ഒരു സ്വർണത്തോട് കൂടി ഉണ്ടാക്കിയ കൊട്ടാരം, അറ്റ് ദ സെയിം ടൈം ആ കൊട്ടാരം ഇരിക്കുന്നത് അത്രയും വേരോടെ, അല്ലെങ്കിൽ അത്രയും വേര് പവർഫുൾ ആയിട്ടുള്ള ഉറച്ചു നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ വ്യക്തിയുടെ വിശ്വാസത്തെയും നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്തെയും ആഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ പണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ലക്ഷറി ആയിട്ടുള്ള ജീവിതം വേണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. ഇപ്പൊ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി, അങ്ങനത്തെ മനോഭാവമുള്ള ആൾക്കാരുണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു. പക്ഷെ ഈ പേഴ്സന്റെ ചിന്താഗതി അങ്ങനെയല്ല. ഹൈ ആയിട്ട് തന്നെ ജീവിക്കണം, സാമ്പത്തികപരമായിട്ട് ഉയർച്ച വേണം. ആ ഒരു കൊട്ടാരം, അല്ലെങ്കിൽ ആ ഒരു കൊട്ടാരത്തിലുള്ള വലിയൊരു ജീവിതം, അതാണ് ഈ പേഴ്സന്റെ മനസ്സിൽ. ഓക്കെ, അതില് അതിനനുസരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേണം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ വേണം. ഇതാണ് ഈ പേഴ്സന്റെ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അത് പണ്ടെപ്പോഴോ ഈ പേഴ്സൺ ആഗ്രഹിച്ച് അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടായി, അതിന്റെ ഫലമായിട്ടാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആഗ്രഹവും സെയിം ആയിരിക്കാം, ഈ പേഴ്സന്റെ പോലെ തന്നെ ആയിരിക്കാം. നല്ല ലക്ഷറി ആയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഒന്നിനും ഒരു കുറവില്ലാണ്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണം, അതായത് നല്ല രീതിയിൽ അറിയപ്പെടുന്ന രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതും ഈ പേഴ്സന്റെ ആഗ്രഹവും തമ്മിൽ നല്ല രീതിയിൽ മാച്ച് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഈ പേഴ്സണെ കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ വേണം എന്നുള്ളത്. ഈ പേഴ്സണും നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹം മാനിഫെസ്റ്റേഷൻ ആയി വരികയും അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ മേ ബി ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്ന ഒരു വരമായിട്ടായിരിക്കാം. അതിനേക്കാൾ ഉപരി, അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഇവിടെ ഒരു മാനിഫെസ്റ്റേഷന്റെ ഫലമായിട്ടും നമുക്ക് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോകണം എന്ന് വിചാരിച്ചാലും സാധിക്കാത്തത്. കാരണം എവിടെ പോയാലും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തല്ലു പിടിച്ചു എന്ന് വിചാരിക്കാം, കുറച്ച് നാള് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയി, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നാട് വിട്ടു എന്ന് വിചാരിക്കാം, അവിടെയും ഉണ്ടാവും ഈ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പേഴ്സൺ എൻ്റെ ലൈഫിൽ വിട്ടു പോകുന്നില്ല, ഈ പേഴ്സൺ എന്നെ വിട്ടു പോകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇതൊരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട്, അതും നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ സോള് തമ്മിൽ എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സോളുകളിൽ ഈ ഒരു ബന്ധം കൊണ്ട്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും സോള്, ആത്മാവില് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെയുമാണ് കേട്ടോ, രണ്ടുപേരുടെ എനർജിയാണ്. നമ്മൾ 3 കാർഡ്സ് ആണ് അതിനെ കുറച്ച് വിശദീകരിച്ചെടുത്തിട്ടുള്ളത്. ഒരു കാർഡ് കൊണ്ട് എന്തോ അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല എന്ന് എനിക്ക് തോന്നി. സോ 3 കാർഡ്സ് ഞാൻ ടേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കാം. യെസ്, ദ എൻകറേജ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ ഒരു കണക്ഷനിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അർത്ഥം വരുന്നുണ്ട്. ഒരർത്ഥം, അതായത് മേ ബി നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് എന്തിനായിരുന്നു എന്ന് പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവില്ല.
ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പരാജയങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വിജയത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ. അത് എന്തിനാണെന്ന് പോലും നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് ചോദ്യം വരും. എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പോലും. കാരണം അത്രയും പരാജയമായിരുന്നു. മേ ബി നിങ്ങളുടെ ചുറ്റിനുള്ള വ്യക്തികളെല്ലാം രക്ഷപ്പെട്ട്, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, എല്ലാവരും നല്ല രീതിക്ക് പോകുന്നു. നിങ്ങൾക്ക് മാത്രം എവിടെയെങ്ങും എത്താൻ പറ്റുന്നില്ല. സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റ്, അതായത് കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ശത്രുദോഷം, ബാധാദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും. ബട്ട് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. യൂണിവേഴ്സിൽ വിശ്വസിച്ചു, നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം, അല്ലെങ്കിൽ ഈ ഒരു സോളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം വരുന്നു, നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പവർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്രയും പണ്ട് കാലമൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം, നല്ല രീതിക്ക്. അതായത് പഠിച്ച് വലിയ ആളാകണം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കണം, അല്ലെങ്കിൽ കടങ്ങളൊക്കെ വീട്ടണം, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അത് നിങ്ങൾ അത്രയും സ്വപ്നം കണ്ടിട്ടുണ്ടാകണം. ആ സ്വപ്നങ്ങളെല്ലാം തന്നെ ഫലിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ആ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളിലെല്ലാം തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആ സ്വപ്നങ്ങളിലേക്ക് വരുന്നു. ആ ഒരു പവർ വരുന്നു. ആ ഒരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം ഒരുപക്ഷെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആള് രക്ഷപ്പെട്ടു പോകും, നിങ്ങൾ ചിലപ്പോൾ തോക്കും. അതാണ് അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ അതാണ്. കൂടെ ഇരിക്കുന്ന ആൾക്കാർ വരെയും ജയിച്ചു പോകും, നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഇനി നിങ്ങളെ തേടി വരാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ആണ്. കാരണം നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു. നിങ്ങൾ ഇത്രയും കാലം എന്താണ് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടാകാം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാകാം, എന്തും ആയിക്കോട്ടെ. നിങ്ങൾ ആ ചെയ്ത ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കർമ്മത്തിന്റെ കൂലി, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ സോളിന് ലഭിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അടുത്ത ബ്ലെസ്സിങ്സ് എന്താണ്? യെസ്, സ്പിരിച്വലി അവെയ്ക്കനിങ്, ആത്മീയമായിട്ട് നിങ്ങൾ ഉയരാൻ പോകുന്നു. അസെൻഡഡ് മാസ്റ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കിട്ടുന്നത് ജീസസിന്റെ എനർജിയും, അതുപോലെ ബുദ്ധയുടെ എനർജി, മാസ്റ്റർ ബുദ്ധയാണ്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ, നമുക്ക് കഴിഞ്ഞ റീഡിങ്ങിലും ബുദ്ധ ഭഗവാന്റെ എനർജി വന്നു എന്ന് തോന്നുന്നു. ബുദ്ധമതം ആ ഒരു, കാരണം അതേ എനർജി തന്നെ നമുക്ക് ഇതിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മേ ബി ശ്രീ ബുദ്ധന്റെ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകളിൽ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ബുദ്ധ ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല, ഹീസ് എ മാസ്റ്റർ, ഒരു മാസ്റ്റർ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ അതുപോലെ കേട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ. അങ്ങനെ കുറെ വാക്കുകൾ പറഞ്ഞിട്ടില്ലേ ശ്രീബുദ്ധൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാകാം. അതിനനുസരിച്ചായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ജീവിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ജീസസിന്റെ എനർജിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെളുത്ത പ്രാവാണ്. അത് തീർച്ചയായിട്ടും സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു സമാധാനം, ഹീലിംഗ്, അത് നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ജീസസിന്റെ ഹീലിംഗും അതുപോലെ തന്നെ, അതായത് ഇവിടെ ഇപ്പൊ കുറെ ദൈവങ്ങൾ വന്നു അല്ലെ, കുറെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ട്വിൻ ഫ്ലെയിമിന്റെ എനർജി വന്നു, അതുപോലെ കാളിമാടെ വന്നു, അതുപോലെ തന്നെ ജീസസിന്റെയും മാസ്റ്റർ ഗുരു ബുദ്ധന്റെയും വന്നിട്ടുണ്ട്. ഇത്ര ആൾക്കാർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് നിങ്ങൾ ഒറ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വെറുതെയാണ് എന്നൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇടക്കിടക്ക് കണ്ടാൽ മതി. ബിക്കോസ് നിങ്ങൾക്ക് അത്രയും ഒരു സപ്പോർട്ടിങ് എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അത് മാത്രമല്ല, നെക്സ്റ്റ് എന്താ പറയാ, നിങ്ങൾ പഠിക്കേണ്ട, യെസ്, ഒരു എനർജി കൂടി നോക്കിയിട്ടുണ്ട്. ഞാൻ 3 കാർഡ്സ് എടുത്തിരുന്നു. യെസ്, ട്വിൻ ഫ്ലെയിം എനർജി. എഗെയിൻ നമുക്കൊരു ട്വിൻ ഫ്ലെയിം എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ. യെസ്, ട്വിൻ ഫ്ലെയിം എനർജി. ബിക്കോസ് ഇതിൽ കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ആണ്. ഓക്കെ, കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ആണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ.
കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം എനർജിയിൽ വരുന്നുണ്ട്. ബിക്കോസ് അത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ഒരു എനർജി നമുക്ക് ഓൾറെഡി കിട്ടി. അറ്റ് ദ സെയിം ടൈം അതിനെ ക്ലാരിഫിക്കേഷൻ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു കാർഡും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ട്വിൻ ഫ്ലെയിം അത് നിങ്ങൾ മേ ബി നിങ്ങൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകണം. നിങ്ങൾ ഓൾറെഡി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇന്നർ വർക്കുകൾ ചെയ്യാം. ഇനി നെക്സ്റ്റ്, ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പലപ്പോഴും വിചാരിക്കാം, ഈ ഒരു ബന്ധത്തിൽ നിന്നും എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകാം, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകാം, ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം, നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി വന്ന് നിങ്ങൾക്ക് വട്ട് പിടിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുള്ള പാഠം. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഇതിൽ നിന്നും പഠിക്കേണ്ടത്. യെസ്, ത്രോൺ ആണ്. യുവർ പൊട്ടൻഷ്യൽ ഈസ് എൻഡ്ലെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഈ ലേഡിയെ കാണാം, ഇത് വലിയ രീതിയിൽ ഒരു രാജകീയമായിട്ടുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണ് അല്ലേ. ഒരു 3 ലേഡീസ് ആണ്, രാജകീയമായിട്ടുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഷീ ഈസ് ഡൂയിങ് സം മാജിക്, റൈറ്റ്. യെസ്, കൈകളിൽ നിന്ന് ഫയർ വരുന്നു, തീ വരുന്നു. ആൻഡ് ഓൾസോ ഒരു മെജീഷ്യന്റെ തൊപ്പിയാണ് വെച്ചിട്ടുള്ളത്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു എനർജീനെ സൂചിപ്പിക്കുന്നത് നിങ്ങളെയാണ്. ഓക്കെ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കണ്ടാവും നിങ്ങൾ വെറുതെ പുകഴ്ത്താണെന്ന്. നോ, നിങ്ങളുടെ എനർജിയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സാധ്യതകൾ അത് അനന്തമാണ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ളവരെ, കാരണം ഈ ഒരു 2 ലേഡീസ് ഭയപ്പെടുന്നുണ്ട്. ലെഫ്റ്റിലിരിക്കുന്ന ലേഡിയും റൈറ്റിലിരിക്കുന്ന ലേഡിയും നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. ബിക്കോസ് നടുക്ക് നിങ്ങളുടെ എനർജിയാണ്. സോ നിങ്ങൾ സ്കോർ ചെയ്യും, നിങ്ങൾ എങ്ങനെ വന്നാലും വിജയിക്കും. അത് ഇവർക്ക് 2 പേർക്കും അറിയാം എന്ന് പറയുന്ന പോലെയാണ് നിങ്ങളുടെ ലൈഫ്. കാരണം നിങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് നിങ്ങൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കണം. കാരണം നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനാണ് നിങ്ങളുടെ കൂടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അവർക്കറിയാം നിങ്ങൾ പവർഫുൾ ആണ്. നിങ്ങൾ ഉരുമ്പെട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചേ പോരൂ എന്നുള്ള ആ ഒരു സത്യം അവർക്കറിയാം. അതുകൊണ്ട് പല സാഹചര്യങ്ങളിലും പല രീതിയിലും മറ്റുള്ളവർ നിങ്ങളെ മാനസികമായിട്ട് ശാരീരികമായിട്ടും തളർത്താൻ നോക്കുന്നുണ്ട്. ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ അങ്ങേയറ്റം പവർഫുൾ ആണ്. മറ്റുള്ളവർ നിങ്ങളെ ഒതുക്കി കളയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു, നിങ്ങൾ എവിടെയൊക്കെയോ ഒതുങ്ങിപ്പോയി, സമ്മതിച്ച്. പക്ഷെ ഇനി നിങ്ങൾക്ക് ഉയർത്തെഴുന്നേക്കാനുള്ള സമയമാണ്. ആ ഒരു സാഹചര്യവും സന്ദർഭവും നിങ്ങളെ തേടി വരും. പക്ഷെ ഇത്തരം ആൾക്കാരായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നതെങ്കിൽ ഡാം ഷുവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ പവർ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ വിജയിക്കും, ശത്രുക്കൾ തോക്കും. കാരണം ശത്രുക്കൾക്കുള്ള ഒരു തിരിച്ചടിയാണ് നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ, ആ ഒരു മനസ്സിൽ കിടക്കുന്ന പവർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. യെസ്, എങ്ങനെ ഈ ഒരു ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാം. എന്താണ്? യെസ്, വി ഗോട്ട് ദ മൂൺ എനർജി. നമുക്കറിയാം ഒരു ഏഞ്ചൽ ആണ്. ആൻഡ് ഓൾസോ ഷീ ഹാവ് ദ വിങ്സ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് ഒരു മൂണിന്റെ ലൈറ്റ് തന്നെയാണ്. കംപ്ലീറ്റ് ഒരു മൂൺ എനർജിയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് പറ്റും? പൗർണമി ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ചിലപ്പോൾ അമ്പലത്തിലായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്നത്, പള്ളിയിലായിരിക്കാം. ബട്ട് അമ്പലങ്ങളിലൊക്കെ പൗർണമി ദിവസം അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലൊക്കെ പൂജയും പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ തടസ്സങ്ങൾ മാറാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് മാത്രമല്ല, ഇനി ഒന്നും അതിനെ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ജസ്റ്റ് പൗർണമി, ഇന്ന് പൗർണമിയാണ്, ഫുൾ മൂൺ ഡേ ആണ്. പൂർണ്ണ ചന്ദ്രനെ നോക്കിയിട്ട് നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അത് യൂണിവേഴ്സിനെ നോക്കി പ്രാർത്ഥിക്കാനായിട്ട് നോക്കണം, ശ്രമിക്കണം. യൂണിവേഴ്സിനല്ല, യൂണിവേഴ്സിനോടും അറ്റ് ദ സെയിം ടൈം പൂർണ്ണ ചന്ദ്രനോടും. ഓക്കെ, ക്രിസ്റ്റൽസ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ സ്പെൽ വർക്കുകൾ, അതായത് ലവ് സ്പെൽ, അഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവൈലബിൾ ആണ്.
അപ്പോൾ ആ ഒരു സ്പെൽ വർക്ക്, അഫർമേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ബ്രേസ്ലെറ്റ്സ്, ക്രിസ്റ്റൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. നിങ്ങളുടെ എനർജി ഇംപ്രൂവ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു എനർജി വർദ്ധിപ്പിച്ചെടുക്കാനും യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനും ഈ ഒരു പ്രണയബന്ധം നല്ല രീതിയിൽ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതിന് നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടത് ഭഗവാനെയാണ്. ചന്ദ്രന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കിട്ടി. സോ അത് പറഞ്ഞു എന്ന് മാത്രം. യെസ്, ഇനി എന്താണ് ഇതിന്റെ ഓവറോൾ എനർജി? ഏഞ്ചൽ മെസ്സേജ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. യെസ്, വാട്ട് വിൽ ബി ദ ഏഞ്ചൽ? ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? യെസ്, മൂവിങ് ഫോർവേഡ്, ഗെറ്റ് റെഡി ഫോർ പോസിറ്റീവ് ചേഞ്ച്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ തേടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്, നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം യെസ്, ഈ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാനാണ്. ഗെറ്റ് റെഡിയാണ്, കാത്തിരിക്കാനല്ല, റെഡി ആയിട്ടിരിക്കാനാണ് പറയുന്നത് ഈ ഒരു പോസിറ്റീവ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ വളരെ മനോഹരം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറഞ്ഞോ, ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 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 കാര്യമാണത്, ഒരു സെന്റൻസ് ആണ്. അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്, അങ്ങനെ നിങ്ങൾ പറയണം. ആൻഡ് ഇറ്റ്സ് വിൽ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് കുറച്ച് ക്ലൂസ് നോക്കാം. കുറച്ച് വൈഡായി പോയി വീഡിയോ, ക്ഷമിക്കണം കേട്ടോ. കാരണം നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നോലോ. ഓക്കെ, ഗവൺമെൻറ് എംപ്ലോയി ലഭിച്ചിട്ടുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസം, ഓക്കെ, അതിലൊക്കെ മേ ബി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പുണർത്തം നാള് കിട്ടിയിട്ടുണ്ട്. സ്ട്രേഞ്ചർ, മേ ബി ഈ പേഴ്സൺ ഓൺലൈൻ വഴിയൊക്കെ പരിചയപ്പെട്ട പേഴ്സൺ ആയിരിക്കാം, സ്ട്രേഞ്ചർ ആയിരിക്കാം. 666 കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥനകൾ കൂട്ടിയെടുക്കണം, പ്രാർത്ഥനകൾ കുറവാണ്, പ്രാർത്ഥന കൂട്ടണം. 26-ാം തീയതി കിട്ടിയിട്ടുണ്ട്, 26th ഡേറ്റ്. ലെറ്റർ ക്യൂ കിട്ടിയിട്ടുണ്ട്. നോ ജോബ്, ചിലപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. ലെറ്റർ ഒ കിട്ടിയിട്ടുണ്ട്. എക്സ് കിട്ടിയിട്ടുണ്ട്, ലെറ്റർ ആൽഫബറ്റ് ലെറ്റർ. എം കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മേ ബി പ്രൊഫഷൻ വൈസ് ഡോക്ടർ ആയിരിക്കാം. വിശാഖം നാള് കിട്ടിയിട്ടുണ്ട്, ഗ്രേറ്റ്. പൂരം നാള് കിട്ടിയിട്ടുണ്ട്. നമ്പർ 13, 13ാമത്തെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. 535, 535 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. 1017 ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അതായത് 1117, 1117. ഓക്കെ, യെസ്, 696, 916, ഇതൊരു പവർഫുൾ ടിൻ ഫ്ലെയിം നമ്പർ ആണ്. അതുപോലെ 699, 960, ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു നമ്പറാണ്. ഇതൊക്കെ ടിൻ ഫ്ലെയിമിനെ സൂചിപ്പിക്കുന്നു. ലെറ്റർ വൈ കിട്ടിയിട്ടുണ്ട്. വൈ വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മേ ബി ഇനീഷ്യൽ ആയിരിക്കാം. നമ്പർ 12 കിട്ടിയിട്ടുണ്ട്. യെസ്, 69 കിട്ടിയിട്ടുണ്ട്. അതും ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ്, ഇൻഫിനിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്പർ 5 കിട്ടിയിട്ടുണ്ട്. കാർത്തിക നാള് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 28th ഡേ അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന ആ ഒരു നമ്പർ മേ ബി ബർത്ത് ഡേറ്റ് ആയിരിക്കാം. ഓക്കെ, ദെൻ ചതയം നാള് കിട്ടിയിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. സോ ഒരുപാട് ലോങ് ആയി പോയെന്നറിയാം. സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.